ചെല്ലാനത്ത് ബസ്സുകളുടെ മരണപ്പാച്ചിലിനെതിരെ ജനരോക്ഷം ശക്തമാകുന്നു. ബസാർ പാലത്തിന് സമീപം 3ാം ക്ലാസ് വിദ്യാർത്ഥിയെ സ്വകാര്യ ബസ് ഇടിച്ച് കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രതിഷേധം. ഇതിനോടനുബന്ധിച്ച് ചെല്ലാനം 13ാം വാർഡ് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും എറണാകുളം ജില്ലാ കളക്ടർക്കും പരാതി നൽകുന്നതിനായി ഒപ്പുശേഖരണവും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു. ചെല്ലാനം ബസാർ പാലത്തിന് സമീപം 3ാം ക്ലാസ് വിദ്യാർത്ഥി സ്വകാര്യ ബസ് ഇടിച്ച് കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലാണ് ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചെല്ലാനം മേഖലയിൽ റോഡ് അപകടങ്ങൾ ദിനംപ്രതി വർദ്ധിക്കുന്ന സാഹചര്യമാണുള്ളത്. ചെല്ലാനം 13ാം വാർഡ് പഞ്ചായത്ത് മെമ്പർ കെ കൃഷ്ണകുമാറിന്റെ അധ്യക്ഷതയിൽ ചെല്ലാനം നിവാസികൾ പ്രതിഷേധം സംഘടിപ്പിച്ചു. മനുഷ്യജീവന് സംരക്ഷണം നൽകാനും ബസ്സുകളുടെ മരണപ്പാച്ചിൽ അവസാനിപ്പിക്കുവാനും മയക്കുമരുന്നുകളുടെ ഉപയോഗം പരിശോധിക്കുവാനുമുള്ള ഉപകരണം ലഭ്യമാക്കാനുള്ള അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുഖ്യമന്ത്രിക്കും എറണാകുളം ജില്ലാ കളക്ടർക്കും മുമ്പാകെ പരാതി സമർപ്പിക്കുവാൻ ചെല്ലാന നിവാസികൾ ഒരുങ്ങുന്നത്. ഒരു വണ്ടി വന്നിടിക്കുക എന്ന് പറഞ്ഞാൽ അത് ഓടിക്കുന്ന ഡ്രൈവർ എത്രത്തോളം നമ്മുടെ ഈ ചെല്ലാനം റോഡിനെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരുപാട് ദുർഘടം പിടിച്ച വളഞ്ഞ വഴികളൊന്നും ഇല്ലാത്ത ചെല്ലാനം പാണ്ടിക്കുടി റോഡ് വളരെ അകലെ വെച്ച് തന്നെ കാണാം ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ. എന്നിട്ട് പോലും ശ്രദ്ധിക്കാതെ അശ്രദ്ധമായി ഓടിക്കുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഈ അപകടം നടക്കുന്നത് കഴിയുന്നതും ഈ അവസാന ട്രിപ്പുകൾ തെക്കേ ചെല്ലാനത്ത് ട്രിപ്പ് അവസാനിപ്പിക്കേണ്ടുന്ന ബസ്സുകളിൽ നിന്നാണ് കൂടുതലും അപകടം സംഭവിക്കുന്നത്. പരാതി നൽകുന്നതിനോടനുബന്ധിച്ച് നടത്തിയ ഒപ്പുശേഖരണം ചെല്ലാനം സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളി വികാരി ഫാദർ സിബിച്ചൻ ചെറുതിയിൽ ഉദ്ഘാടനം ചെയ്തു. പിന്നെ വീണ്ടും ആ ഒരു സംഭവത്തെ ഒരു പോസ്റ്റ്മോർട്ടം നടത്തുന്നതിനപ്പുറം ഇനിയൊന്നും അങ്ങനെ ഉണ്ടാവരുത്, അതിനുള്ള സുരക്ഷിതത്വം ഉണ്ടാക്കുന്ന സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ബസ് ഓണേഴ്സിനോടോ ഡ്രൈവേഴ്സിനോടോ വാഹനമുള്ളവരോടോ ഉള്ള ഒരു പ്രതിഷേധമല്ല, മറിച്ച് നിയമം കാക്കുന്നവരോടുള്ള ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന ഈ ഒപ്പുശേഖരണ പരിപാടി. തോപ്പുംപടിയിൽ നിന്ന് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ്സുകളുടെ അമിത വേഗതയാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണമാകുന്നു എന്ന് നാട്ടുകാർ. ചെല്ലാനം സെയിന്റ് സെബാസ്റ്റ്യൻ പള്ളി സഹവികാരി ഫാദർ സെബിൻ തറേപ്പറമ്പിൽ, മറവക്കാട് വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ജോയിസ് ചെറുതയിൽ, ചെല്ലാനം JMJ സിസ്റ്റർ സുപ്പീരിയർ സിസ്റ്റർ ജോളി, പൊതുപ്രവർത്തകരായ അഡ്വക്കേറ്റ് TV അനിത, ആന്റണി ശീലൻ, MN രവികുമാർ, ബാബു പള്ളിപ്പറമ്പിൽ, ചെല്ലാനം സെയിന്റ് സെബാസ്റ്റ്യൻ ചർച്ച് പാസ്റ്റർ കൗൺസിൽ അംഗം സോജൻ അറക്കൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു. ഒരു അപകടം, ഒരു ദുരന്തമുണ്ടായി കഴിയുമ്പോൾ നിസ്സംഗരായിട്ട് നിൽക്കാതെ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടപടികളുമായിട്ട് മുന്നോട്ട് പോകുവാൻ, അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ക്രമീകരിക്കുക, സാധിക്കുക. ഒരു ജീവനുള്ള ഒരു സമൂഹത്തിൻ്റെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ ജീവനോടുള്ള വിലയും ആഭിമുഖ്യവുമുള്ള ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ കുഞ്ഞിൻ്റെ ജീവിതം വെച്ചുകൊണ്ടായിരുന്നു ചിന്ത മുഴുവൻ. കാരണം അവനൊരു നല്ലൊരു ഭാവി ഉണ്ടായിരുന്നു. അതെല്ലാം ഒരു നിമിഷത്തെ വേളയിൽ പൊലിഞ്ഞ് ഇല്ലാതായി എന്നുള്ളത്. നമുക്ക് എന്തിന് ചെയ്യാൻ സാധിക്കും? ഒപ്പുശേഖരണം മാത്രം മതിയെന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറയും, ഇത് മാത്രം പോരാ. നമുക്ക് പ്രതിഷേധിക്കേണ്ട ഒരു കടമ കൂടെയുണ്ട്. അപ്പം അത് എങ്ങനെയാണ് എന്ന് തീരുമാനിക്കാൻ സാധിക്കുമെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരുന്നു. ജനങ്ങളെ എല്ലാവരെയും വിളിച്ചു കൂട്ടി ഒരു പ്രതിഷേധ ധർണയോ സമരമോ നമുക്ക് തുടങ്ങാൻ സാധിക്കുമെങ്കിൽ അത് കുറച്ചുകൂടെ effective. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.